പ്രിയമുള്ളവരെ, നല്ല ലൈവായിട്ട് ചുട്ടെടുത്ത ചൂടപ്പം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ. എന്നാൽ അത്തരത്തിൽ നല്ല ലൈവായിട്ട് മൊരിഞ്ഞ മുട്ട പപ്സും പിയാസൻ റോളും ഡാനിഷും കോക്കനട്ട് പപ്സും ഒക്കെ അങ്ങനെ ഒരുപാട് ബേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന കരുനാഗപ്പള്ളിയിൽ ഒരു കിടിലൻ സ്പോട്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ മുട്ട പപ്സും ചിക്കൻ പപ്സും ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോക്കനട്ട് പപ്സ് ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഈ കോക്കനട്ട് പപ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് കോക്കനട്ട് പപ്സ്. ഓക്കെ, ഇതിന് ഫുള്ളിൽ ഇങ്ങനെ കോക്കനട്ടും കാര്യങ്ങളൊക്കെ നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ലൈവായിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്റെ മുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉല്ലാസേട്ടനെ നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് ഇപ്പൊ നമുക്ക് ഇതിപ്പോ ചിക്കൻ റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഈ സംഭവം തുടങ്ങിയിട്ട്, ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര നാളായി? 1.5 വർഷം അല്ലേ. അപ്പൊ എത്ര മണിയാകുമ്പോഴത്തേക്ക് രാവിലെ നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 5:30 ആകുമ്പോഴത്തേക്ക്. ഇവിടെ എല്ലാവരും പറയുന്നു, ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഈ സംഭവം ലൈവായിട്ട് ചെയ്യുന്നതും അല്ലെ ഇരിക്കുന്നതൊക്കെ കണ്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താ? സത്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പുറത്തായിരുന്നു, ഒരു ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുമായിരുന്നു. അവിടുന്ന് പിന്നെ നാട്ടിൽ വരുമ്പോൾ പൊതുവെ നമ്മൾ ഈ പൊടിമക്കൾക്കും പ്രായമുള്ളവർക്കൊക്കെയാണ് ഈ ബേക്കറി പ്രോഡക്റ്റ് കൊടുക്കുന്നത്. എന്റെ മക്കൾക്ക് പനി വന്നപ്പോൾ നമുക്ക് ബ്രെഡ് മേടിക്കാൻ പോയത്. ഞാൻ 99 കാലഘട്ടം മുതൽ ബേക്കറി തൊഴിലാണ്. ഇവിടെ നിന്ന് തന്നെ ബേക്കറി പണി പഠിച്ചു. പിന്നെ പോയി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞു. അവിടുന്ന് ഗൾഫിൽ പോയി. അവിടെ ഒരു 6 മാസത്തെ ICC എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കുലിനറി സെന്റർ, അവിടെ 6 മാസം ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. പിന്നെ ഒരു 10 വർഷം ഓട്ടിസം സെന്ററിൽ ജോലി ചെയ്തു. അതെ അതെ, അവിടെ ഓട്ടിസം കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ, ഇതിന്റെ ബേക്കറി പണി ട്രെയിൻ ചെയ്യില്ല. അതെ, ഓട്ടിസം കുട്ടികൾ. അത് ദുബൈയിൽ അൽനൂർ എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടിസം സെന്റർ, വേൾഡിലെ ഒരു നല്ല നിൽക്കുന്ന ഒരു സെന്റർ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് 3 മാസം വെക്കേഷൻ ഉണ്ട് വർഷത്തിൽ. അങ്ങനെ ഒരു വെക്കേഷൻ എന്റെ മക്കൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഞാൻ ബ്രെഡ് മേടിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ബ്രെഡ് ഇങ്ങനെ കടകൾ നോക്കുമ്പോൾ എല്ലാ ബ്രെഡിനും ഒരു 8 ദിവസം ഷെൽഫ് ലൈഫ് ഉണ്ട്. ഷെൽഫ് ലൈഫ് കൊടുക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന കാലത്ത് 99 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം മാക്സിമം. നമ്മളിങ്ങനെ എന്ത് ചെയ്യാൻ, വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം 2-3 ദിവസം കഴിയുമ്പോൾ ഫംഗസ് വരണം. അത് നാച്ചുറൽ ആണ്. ഫംഗസ് വന്നില്ലെങ്കിൽ അതിനകത്ത് സംതിങ്, അതായത് ഫിഷ് മീൻസ് ഒരു ജീവൻ വളരാനുള്ള സാഹചര്യത്തെ അതിനകത്ത് ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് അതിനകത്ത് ജീവൻ വളരുന്നില്ല. ഫംഗസ് ജീവനുള്ള വസ്തുവാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ കുറെ എടുത്ത് അലഞ്ഞു. നല്ല ബേക്കറികളിലൊക്കെ ഇപ്പോഴും അവർ 2 ദിവസം മാക്സിമം എത്തത്തുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ പിടിച്ചു പോകുന്നില്ലല്ലോ. നമ്മുടെ കൈകളിൽ കിട്ടുന്നതല്ലേ നമ്മൾ ആദ്യം മേടിക്കണം. ഞാൻ കുറെ നോക്കി. പിന്നീട് എനിക്ക് തോന്നി എന്തോ ഒരു വിഷമം തോന്നി. പിന്നെ നാട്ടിലോട്ട് വരണമെന്നൊരു ചിന്ത വന്നപ്പോൾ ഫസ്റ്റ് പറ്റിയ ഒരു ബേക്കറി ഇടണം. അന്ന് എന്റെ മനസ്സിൽ കുടുങ്ങിയ ഒരു സംഭവം, അന്ന് നാട്ടിലൊരു ബേക്കറി ഇടണം. അപ്പൊ ചേട്ടൻ ചിന്തിച്ചത്, എന്റെ മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ, അതായത് നമ്മള് ഈ ഏരിയ ഉണ്ടല്ലേ, ഒരു സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റിൽ പരമാവധി നല്ല ആഹാരം കൊടുക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്നവർ ഇങ്ങനെ സാധനം മേടിച്ചിട്ട് അവർ ചോദിക്കും, ഇത്രേ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് കണക്ക് തെറ്റിയോ, നോക്ക് പൈസ ഇത് മതിയോന്ന് ചോദിക്കും. ഞങ്ങൾ ഇത് മതി, കാരണം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള 10 രൂപ കിട്ടുന്നുണ്ട്. കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സമ്പാദ്യമൊന്നുമല്ല. എല്ലാവരും ഒരുവിധം മിനിമം സാലറി മാത്രമേ ഉള്ളൂ, വലിയ ശമ്പളം ഒന്നുമില്ല. എന്റെയും ഞങ്ങളുടെ കൊണ്ട് അവളും കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു എല്ലാവരുടെയും ഒരേ മനസ്സുള്ള ഒരു കൂട്ടായ്മയും ആ ഒരു സൗഹൃദ ബന്ധവും ഒക്കെയാണ് നമ്മൾ ഇതിനെ ആ ഒരു രീതിയിൽ ഏറെക്കുറെ. ഇതിനകത്ത് തൊഴിലാളി മുതലാളി ബന്ധമൊന്നും ഇല്ല. ഇവിടെ ആരെങ്കിലും ഓടി വന്നൊരു വർക്ക് പറയാമെങ്കിൽ ഇത്രയും ഹെവി വർക്കായിട്ട് ഇരുന്നാൽ പോലും ഇവരത് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കും. നമ്മുടെ ഇവിടെ ബ്രെഡിനൊക്കെ നമ്മൾ എത്ര ഈ ലൈഫ് ടൈം ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് നോക്കി കാണാം. ഇന്നലെ വൈകുന്നേരം ഇട്ട ബ്രെഡ് ഞങ്ങൾക്ക് തീർന്നു. ഇനി ഇന്നത്തേക്ക് 3 ബ്രെഡ് പോകും. നമ്മൾ എത്ര ദിവസത്തെ അതിന് ഇത് കൊടുക്കുന്നത്? മാക്സിമം ഇന്നലെ വൈകുന്നേരം, പിന്നെ ഇന്ന്, അങ്ങനെ ഒരു ദിവസം. അതാ നമ്മള് ഒറ്റ ദിവസം വാറണ്ടി കൊടുക്കുന്നത്. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ ഒരു സ്ഥാപനം മാത്രമേ കാണത്തുള്ളൂ. ബ്രെഡിന് ഒറ്റ ദിവസം മാത്രം ലൈഫ് ടൈം കൊടുക്കുന്നത് അല്ലേ? ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വൈകുന്നേരം വരെ. ഇന്ന് വൈകുന്നേരം അടുത്ത പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ അത് മാറ്റിയിട്ട് പുതിയ പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് പൊതുവെ കാണത്തില്ല, അതോ ഉണ്ടെങ്കിൽ അതിന് മാറ്റും. ഇത് നമ്മൾ ഈ ഇതല്ല, നമ്മൾ ഇവിടത്തേക്കല്ലാതെ പുറത്തേക്ക് സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ടോ? സപ്ലൈ ആയിട്ടില്ല. ഒരു 2-3 കടക്കാർ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. അവരോട് നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഷെൽഫ് ലൈഫ് നോക്കിയിട്ടാണ് സാധനം എടുക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരാളൊരു കേക്ക് കൊണ്ടുതരുമ്പോൾ അതിനകത്ത് 25 ദിവസം കൂടുതൽ ലൈഫ് ആണ് പീസ് കേക്ക്. ഞങ്ങളുടെ പ്രോഡക്റ്റ് മാക്സിമം 7 ദിവസം അല്ലെ 10 ദിവസം അതിനുള്ളിൽ പൂത്തു പോകും. അത് വിൽക്കാന്നുണ്ടെങ്കിൽ മാത്രം വന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നില്ല. റിട്ടേൺ സാധനം ഞാൻ ഒന്നും എടുക്കത്തില്ല. ഈ പറഞ്ഞാൽ എനിക്ക് റിട്ടേൺ എടുക്കാൻ വേണ്ടിയുള്ള ലാഭം നീ എടുക്കുന്നില്ല. അപ്പൊ അതുപോലെ അതിന്റെ കൂടെ തന്നെ. അപ്പൊ അതുപോലെ ഇതെന്താ ഇങ്ങനെ പാമ്പ് പോലെ ഇത് പിയാസൻ റോൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണ് എന്റെ പേര്? പിയാസൻ റോൾ. അപ്പൊ ഇതിനെ നമ്മളൊരു സൈസ് വെച്ച് കട്ട് ചെയ്ത് എഗ് വാഷ് ചെയ്തിട്ട് അതിനെ ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറവും നമ്മൾ ഈ വെജിറ്റേറിയൻ മയോണൈസ് പാക്കറ്റ് അത് തന്നെ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ അല്ലാതെ എഗ് കണ്ടന്റ് ഉള്ളതൊന്നും യൂസ് ചെയ്യത്തില്ല. കാരണം പുതിയത് മേടിക്കുന്ന മക്കളാണ്, ഒരു മക്കള് പിന്നെ ഒരു
15-20 വയസ്സ് ആ ഒരു ലെവൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പിന്നെ അപ്പുറം ഇപ്പുറം മല്ലിയിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു സുഖമാണ്, ഒരു കാണാനൊരു ഭംഗിയാണ്. കാണാനും ഭംഗി എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളൊരു ചിക്കൻ പെരട്ട് മസാല പോലെയാണ്. ഇതിനകത്ത് സോസ് ഉണ്ട്, തേങ്ങയുണ്ട്, ചിക്കൻ ഉണ്ട്. അത് കണക്ക് തന്നെ ചൈനീസ് പ്രോഡക്റ്റ് ഫുഡിനകത്ത് നമ്മുടെ ഈ മസാലക്കകത്തുള്ള കാര്യങ്ങളല്ലേ നമ്മൾ. പിന്നെ അങ്ങനെ എല്ലാം കൂടി ഒരു സാൾട്ടി ആൻഡ് സേവറി ആൻഡ് സ്വീറ്റ് ആ ഒരു ടേസ്റ്റ് ആണ്. നല്ല സുഖം സംഭവം. ദുബായിൽ ഞാൻ ആദ്യം ഇവിടുന്ന് പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അത് സ്പിന്നീസ് യൂറോപ്യൻ സ്റ്റൈൽ സൂപ്പർ മാർക്കറ്റ്. അവിടെ ചെന്നിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ എന്ന് വെച്ചാൽ 1 day ആണ് എല്ലാ ബ്രെഡിന്റെ പ്രോഡക്റ്റും മൊത്തം ഷെൽഫ് കൊടുക്കുന്നത്. പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കപ്പലിലൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് 2 ആഴ്ചയൊക്കെ ഷെൽഫ്, അല്ലെങ്കിൽ 3 മാസം 6 മാസമൊക്കെ ഇരിക്കുന്ന പ്രോഡക്റ്റ്. അത് UK എന്നൊക്കെ വരുന്നത്. അല്ല നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് പൊതുവെ ഇത് കണക്ക് 1 day ആയിരുന്നു. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ്. അതില് നമുക്ക് ഇവിടെ കിട്ടുന്ന റോ മെറ്റീരിയൽസിന് നമുക്ക് പരിമിതിയുണ്ട്. കാരണം പുറത്തെ പോലെ നല്ല റോ മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. നമ്മുടെ ഈ ഫ്ലോർ നോക്കിയത് റിഫൈൻഡ് ഫ്ലോർ ആണ്. നമ്പർ 1 ഫ്ലോർ എന്ന് പറയുന്നത് ഒറിജിനൽ വീറ്റ് ഫ്ലോർ. ഇത് അതിനെ മാറ്റിയിട്ട് കിട്ടുന്ന റിഫൈൻഡ് ഫ്ലോർ ആണ് ഇവിടെ. നമ്മൾ പൊതുവെ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണെങ്കിലും നമുക്ക് കിട്ടുന്നത് ഇതിന്റെ എല്ലാം അല്ല, ഇതിന്റെ എല്ലാം ബൈ പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഷുഗർ റിഫൈൻഡ് ഷുഗർ ആണ്. ഇതിനകത്ത് സത്യം പറഞ്ഞ ഷുഗറിന്റെ കളർ എന്ന് വെച്ചാൽ റോ ഷുഗർ നമ്മുടെ ചക്കര പോലെ തന്നെ റോ ഷുഗറും ബ്രൗൺ ഷുഗറിന്റെ കളർ. അതിനകത്ത് മൊളാസസ് എന്ന് പറയുന്ന ഒരു എസൻസ്, അതായത് അതിന്റെ ഒരു സത്തുണ്ട്, അതങ്ങ് നീക്കും. അത് നീക്കിയിട്ട് അതിന്റെ ബാക്കി വരുന്നതാണ് വൈറ്റ് ഷുഗർ. മൊളാസസ് ഉൾപ്പെടെ കഴിച്ചാൽ ഷുഗർ ഹെൽത്തിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് നമുക്ക് കൃഷിക്കാരൊക്കെ നിന്ന് അതിനെ നല്ല രീതിയിൽ എടുക്കുന്നു. അതിന്റെ A കാറ്റഗറിയിലുള്ളത് ഔട്ട്സൈഡിലേക്കും പോകുന്നു. കാരണം എനിക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റ് ഇട്ടൊരു ഒരു സംഭവം നമ്മൾ ചെയ്ത് കൊടുത്താൽ നമ്മളെപ്പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഒരു സാധാരണ മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര കോസ്റ്റ്ലി ആയിരിക്കില്ലേ? എന്ന് വെച്ചാൽ അതിന് വിദേശ മാർക്കറ്റ് ഉണ്ട്. നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന് വിദേശത്ത് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കയറ്റി വയ്ക്കില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ അത്ര വില നമ്മൾ കൊടുക്കേണ്ടി വരും. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതത്ര വിലയല്ല. അതുപോലെ നമുക്ക് ഈ ഒരു ഇത് നമ്മുടെ ബർണർ, അത് ഗ്യാസ് ഓവൻ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഓവൻ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെയാണോ ചെയ്യുന്നത്? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 9 മണിയോട് അടുപ്പിച്ചുള്ള ടൈമാണ്. പക്ഷെ ഞാൻ ഈവനിങ് നമ്മളിവിടെ വന്ന് കഴിച്ചാൽ നമുക്ക് നല്ല ചൂടായിട്ടുള്ള എഗ് പഫ്സ് ആയാലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു ഓവൻ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് തോന്നുന്നത് അല്ലേ? അതെ, ഈ ഒരു ഓവന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിവശത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര തിക്നെസ് ഉള്ള ഇരുമ്പ് പാളമാണ് ഇതിന്റെ താഴെ. അപ്പൊ എന്ന് വെച്ചാൽ ഇതിനകത്ത് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ചൂട് ഒരുപാട് നേരം നിലനിൽക്കും. ഇപ്പൊ നമ്മൾ ഓവൻ ഓഫ് ചെയ്യുന്ന നേരത്തെ ഒരു 4 മണിയാകുമ്പോഴാണ്. ഈ 4 മണി മുതൽ പിറ്റേന്ന് രാവിലെ ഒരു 6 മണി വരെ ഒരു മിനിമം ടെമ്പറേച്ചറിനകത്ത് ഉണ്ടായിരിക്കും. ഒരു എബവ് 50, 75-100 ഡിഗ്രിക്കകത്ത് ടെമ്പറേച്ചറിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ വൈകുന്നേരങ്ങളിലെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇത് വർക്ക് കഴിയുമ്പോൾ അതിനിടയ്ക്ക് വെച്ച് നമുക്ക് എടുക്കുന്ന എല്ലാം ചൂടോടെയാണ്. വർക്ക് കഴിയുമ്പോൾ നമുക്കൊരു വൈകുന്നേരങ്ങളിലൊരു ഫാമിലി ഒരു കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട്. ഈ മക്കളെ സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നവർ അങ്ങനെ അവരെല്ലാം പരമാവധി ഇവിടെ വന്നിട്ടാണ് മേടിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിരിക്കും പ്രോഡക്റ്റ്, നല്ല ചൂടോടെ ആയിരിക്കും. വീട്ടിൽ കൊണ്ട് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മുട്ട പപ്സ് വൈകുന്നേരം തണുത്ത് കഴിക്കുമ്പോൾ അത് മയ്യത്തായി, അത് കഴിച്ചിട്ട് കാര്യമില്ല. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് നല്ലൊരു വൈകുന്നേരങ്ങളിൽ നല്ലൊരു സെയിലുണ്ട്. ഞങ്ങളൊരു വൈകുന്നേരം ഒരു 100 മുട്ട പപ്സിന് അടുപ്പിച്ച് മിനിമം വൈകുന്നേരം തന്നെ ഒരു 2-3 മണി 2 മണിക്കൂർ. ഒരു ദിവസം ഇവിടെ എത്ര മുട്ട പപ്സ് ഞങ്ങൾക്ക് ശരാശരി ഒരു 200 മുതൽ 250 പപ്സ്. അതായത് 250 പപ്സ് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 75 മുതൽ 100 പപ്സ് പുറത്ത് ആരെയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ ഒരു 100-150 പപ്സ് ഞങ്ങൾ കഴിക്കും. അപ്പൊ നമ്മൾ ആ ഒരു കണക്കൂട്ടലുള്ള സാധനം ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ? അന്നു തീരും. കാരണം ഇവിടെ വരുന്നവർക്ക് അറിയാം അവിടെ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, കടയും പോർമയായിരുന്നു. അപ്പൊ പൊതുവെ ചില കസ്റ്റമേഴ്സ് നേരെ വന്ന് കയറിയിട്ട് ഇവിടുന്ന് സാധനം എടുക്കുന്നു. ബ്രെഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെക്കുന്നത് ഒരു 3 മണിയാകുമ്പോൾ ഈ ടേബിൾ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇവിടെ തന്നെ. അപ്പൊ ഇവിടുന്ന് അവർ ബ്രെഡ് എടുത്തോണ്ട് പോകും. കാരണം ഞങ്ങളൊരു 5 മണി കഴിഞ്ഞ് ഡിസ്പ്ലേ നോക്കുമ്പോൾ പുതിയ ബ്രെഡ് കാണത്തില്ല. വരുന്നവർക്ക് അറിയാം. അപ്പൊ ഞങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ ഈ സംഭവങ്ങളിലൊക്കെ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ചാണ് മേടിക്കും. അവനവന്റെ വീട് പോലെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടല്ലേ അവരത്ര സ്വാതന്ത്ര്യത്തോടെ വന്ന് എടുത്തിട്ട് നമ്മളും ആരെയും കെയർ എടുത്തെന്നോ അല്ലെങ്കിൽ വെളിയിൽ നിന്നാൽ മതി അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അല്ലേ? അതായത് നോക്കി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വന്ന ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. പിന്നെ ആരും പറഞ്ഞ കണക്ക് അൺഹൈജീനിക് ആയിട്ടല്ല വരുന്നത്. അപ്പം എല്ലാവരും ഹൈജീനിക് അല്ല. ഇപ്പൊ ആര് വന്നാലും പോയാലും നമ്മൾ ഇതിന് ഇങ്ങനെ നിരന്തരം ഹൈജീനിക് ആയിട്ട് നിലനിർത്തുന്നു. നമ്മൾ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇപ്പോൾ 1.5 വർഷമായി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു യൂണിറ്റ് 1.5. ഞാൻ ബോർമേ ജോലിക്കാരനായിട്ട് പറയാം. ഒരു സാധാരണ ഒരു സ്റ്റാൻഡേർഡ് മുകളിൽ നോട്ട് നിൽക്കുന്ന യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. ഒരു സാധാരണ യൂണിറ്റ് ഒരിക്കലും ഇത്ര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിടക്കത്തില്ല. കാരണം അത്ര ഹെവി വർക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാലും കച്ചറ വീഴും. ഇവിടെ നിൽക്കുന്നവരങ്ങനെ ഞാൻ ഇന്ന പണിക്കാരനാണ്, എനിക്ക് ആ പണി ചെയ്തൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ജോലി മാസ്റ്റർ സതീശളിയും 99 മുതൽ ചങ്ങായിമാരാ. സതീശളിയും ചങ്ങാതിയാണോ? അന്ന് കൂടെ കൂടിയതല്ലയോ? പിന്നെ അങ്ങോട്ട് വിട്ടില്ല. കൂടെ കൂടിയ കുരിശ് അങ്ങനെ അതല്ലയോ? പിന്നെ ചേട്ടനും നാട്ടിൽ തന്നെ ആയിരുന്നോ പുറത്തോട്ട് ചെയ്തു?
പുറത്തു കൊണ്ടായിരുന്നു 2 വർഷം, പിന്നെ നാട്ടിൽ തന്നെ കൂടി. ഈ ഒരു ഫീൽഡൊക്കെ തന്നെ ആയിരുന്നു ഈ ഒരു ഫീൽഡ് തന്നെ ആയിരുന്നല്ലേ? അപ്പൊ ഈ ഫീൽഡിലെ അഗ്രഗണ്യന്മാരെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവരാണ് പ്രധാനമായിട്ട്. മണികണ്ഠൻ അവന് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തേ. അപ്പൊ എല്ലാരും ചോദിക്കട്ടെ, പേരെങ്ങനെയായിരുന്നു? മണികണ്ഠൻ. മണികണ്ഠൻ. അപ്പൊ നേരത്തെ ഏത് ഫീൽഡായിരുന്നു? ഈ ഒരു ഫീൽഡ് തന്നെ ആയിരുന്നു. ഈ ഫീൽഡ് തന്നെ ആയിരുന്നു. അപ്പൊ ഇവിടോട്ട് പുള്ളിക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഓടിഞ്ഞു പോയിരുന്നു. ഞാൻ പറഞ്ഞ അളിയാ എപ്പോഴാ വരാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ പറയാം. അങ്ങനെ ഞങ്ങളൊരു സ്ഥാപനം പറയുമ്പോൾ അറിയത്തില്ല ഇതിനകത്ത് എത്ര സെയിൽ വരും, ഞങ്ങൾക്ക് എത്ര ആളെ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയാം എനിക്ക് നിനക്ക് പറ്റും. പുറത്തായതുകൊണ്ട് നമുക്ക് ഈ നാടിനെ പറ്റി വലിയൊരു ധാരണയില്ല എന്താവും എങ്ങനെ. അതിനപ്പുറം അപ്പുറം ജംഗ്ഷനാണ്. അവിടെ വലിയ ജംഗ്ഷൻ, വലിയ ഇതിനകത്ത് എല്ലാ സ്ഥാപനങ്ങളും അവിടെ. ഇവിടെ ഒരു അവിടെ നിന്നപ്പോ തന്നെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ സ്ഥാപനം തുടങ്ങുന്നുണ്ട്, വേണ്ട സപ്പോർട്ട് ചെയ്ത് തരണം. എന്നായാലും വിളിച്ചാൽ മതി, നമ്മൾ ഓക്കെ. മൊത്തം ആ ഒരു ഒറ്റ ചോദ്യം മനസ്സും ശരീരവും മൊത്തം കൊടുക്കും, വേറെ കാര്യമൊന്നുമില്ല അല്ലേ? ഇവിടെ വന്നപ്പോ പറഞ്ഞാണ് നമുക്ക് എത്ര സെയിൽ ഉണ്ടാവും, നമുക്ക് എത്ര പേര് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് ഞാൻ എന്റെ വൈഫും കൂടിയിട്ടാണ് ഇവിടുത്തെ ജോലി. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കൊച്ചങ്ങായി വിളിച്ചു സുൽഫിക്കർ. അവനൂടെ വന്നു. അവൻ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും വർക്കിൽ. പിന്നീട് അവന് വെരിക്കോസ് വെയിന്റെ പ്രശ്നം മാറിയതാണ്. അതിനുശേഷം സതീശൻ അളിയാ നമുക്ക് ശമ്പളം എടുക്കാൻ പറ്റും, നീ പോരെ. അങ്ങനെ ഒരു ശമ്പളം കൊടുക്കാൻ മണികണ്ഠനെ വിളിച്ചു. അളിയാ മണി നിനക്ക് ശമ്പളം തരാൻ പറ്റും, നീ വാ, നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ജീവിക്കണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് കൂട്ടമായിട്ട് നടത്തി പോകുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അപ്പൊ ഈ മുട്ട പപ്സും കാര്യങ്ങളൊക്കെ, ഈ മുട്ട പപ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാ ഒന്ന് പറഞ്ഞു കൊടുക്കാം? അതെ, ഇത് തന്നെയായിരുന്നു എന്റെ തൊഴിലും. കഴിഞ്ഞ 10 വർഷം കുട്ടികളെ, അതായത് അതിന്റെ മെത്തേഡ്, അതിന്റെ ഓരോ ഇൻഗ്രീഡിയന്റിന്റെ പർപ്പസ്, ഇതെല്ലാം പറഞ്ഞു പഠിപ്പിക്കലാണ് എന്റെ പണി. ഈ മുട്ട പപ്സ് എന്ന് പറയുന്നത് ഈ പപ്സ് ഐറ്റംസ് എല്ലാം ഇത് ലാമിനേഷൻ മെത്തേഡ് എന്ന് പറയും. മീൻസ് നമ്മളൊരു ഡോ റെഡിയാക്കി വെച്ചിട്ട് അതിന് നാടക ഒന്നുകിൽ വെജിറ്റബിൾ ഫാറ്റ് അല്ലെങ്കിൽ ഡയറി ഫാറ്റ് എന്ന് വെച്ചാൽ ബട്ടറാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഫാറ്റ് ആണ്. ആ വെജിറ്റബിൾ ഫാറ്റ് വെച്ച് മടക്കി അതിനെ ഷീറ്റ് ചെയ്ത് പിന്നെയും മടക്കും. ഇതിന് പറയുന്ന പേരാണ് ലാമിനേഷൻ. ഒരു 5-6 മടക്ക് വരും. അങ്ങനെ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും സംഭവം. അതിനുശേഷം ഈ കാണുന്ന കണക്ക് നീട്ടിപ്പരത്തി നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കും. അതിന് നടുക്ക് മസാല, പിന്നെ വാട്ടവർ എന്ത് മസാലയാണ് വെക്കുന്നത് അത്, എന്നിട്ട് മുട്ട, പിന്നെ അതിന്റെ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ എഗ് വാഷ് ചെയ്യും. അത് ഈ ഷൈനിങ് കിട്ടാൻ വേണ്ടി എഗ് വാഷ് ചെയ്യുന്നത്. എന്നിട്ടൊരു 250 ടെമ്പറേച്ചറിൽ ടോപ്പ് 250യും ഡൗൺ നമ്മളൊരു 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഓവൻ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കയറ്റിയിട്ട് ഒരു 35 to 40 മിനിറ്റ് ബേക്ക് ചെയ്യും. പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് റെഡിയാണ്. സൗണ്ട് ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു 18 ലെയറായിട്ടാണ് 3 പ്രാവശ്യമായിട്ട് മടക്കുന്നത്. പിന്നെ ഷീറ്റ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഫില്ല് ചെയ്യുന്നത്. ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ ഉള്ളിൽ ചെല്ലുന്ന വെജിറ്റബിൾ ഫാറ്റ് ചൂടടിക്കുമ്പോൾ മെൽറ്റ് ആയിട്ട് അത് ഊസ് ഔട്ട് ചെയ്യും. അപ്പൊ അത് റൈസ് ആവും. റൈസ് ആയി വന്നിട്ട് അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് പരമാവധി പോവും. അതായത് വെള്ളം കണ്ടന്റ് പോയിട്ട് ഈ സംഭവം ഇങ്ങനെ മേളിൽ കയറും. ഈ ഫാറ്റിനകത്ത് ഓൾറെഡി ചെറിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഊസ് ഔട്ട് ചെയ്യുമ്പോഴാണ് ഈ സംഭവം, അതായത് അത് സ്റ്റീമാക്കി പോകുമ്പോഴാണ്. നമുക്ക് എല്ലാവരും സംശയം പറഞ്ഞത് മുട്ട പപ്സ് ഇങ്ങനെ പൊങ്ങി വരും അല്ലേ? ഇതിനകത്ത് കൊടുക്കുന്ന ഫാറ്റ് കണ്ടന്റിന്റെ അളവ് അനുസരിച്ചിരിക്കും പപ്സിന്റെ ഒരു ക്വാളിറ്റി. നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല റേഷ്യോ ആണ്. മൈദ ഡോ പ്ലസ് ഫാറ്റ്, ഇതിന്റെ റേഷ്യോ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് പഫ് കിട്ടത്തുള്ളൂ. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ആ ഒരു ക്വാളിറ്റി പോയി. നമ്മൾ ഈ ഒരു കട എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെ തുടങ്ങിയത്? ഈ ഒരു കട സത്യം പറഞ്ഞാൽ അവിചാരിതമായിട്ട് സംഭവിച്ചാണ്. ഞാൻ പുറത്ത് വന്നു പറഞ്ഞല്ലോ, വന്ന് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ കരുതി അത് ഡിപ്പോസിറ്റ് ചെയ്ത് എനിക്ക് ബേക്കറി തൊഴിൽ അറിയാം, അപ്പം ജോലി ചെയ്ത ദിവസം 1000 രൂപ കിട്ടും, അത് മതി ജീവിച്ചു പോവാം, അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ ഒരു ഇൻസിഡന്റ് പറഞ്ഞില്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബ്രെഡ് മേടിക്കാൻ പോയപ്പോൾ അതിന്റെ ഷെൽഫ് ലൈഫ് കണ്ടേ. അപ്പൊ ഇങ്ങനെ പോയപ്പോൾ ഞാനും മാളും കൂട്ടിയിട്ട് അവിടെ വീട്ടിൽ പോകാൻ വേണ്ടി വൈഫാണ്. അപ്പൊ ഈ കട കണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചു നമുക്കൊരു കട തുടങ്ങിയാലോ. അങ്ങനെ മുതലാളിയെ പോയി കണ്ട് അങ്ങനെ അതൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇത് പെട്ടെന്ന് തീരുമാനം എല്ലാം 1 മാസം കൊണ്ട് സംഭവിച്ചു. അത് ഞാൻ തീരുമാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സംഭവിച്ചു. അപ്പൊ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി. നമ്മുടെ അപ്പുറം 2 ജംഗ്ഷനിലുള്ള എന്റെ ചങ്ങായിമാരെല്ലാം കളിയാക്കി, നിനക്ക് എന്താണ് ഭ്രാന്താണ്, ഉള്ള കാശ് കൊണ്ട് ഇതാണ് ഒരു മൂലയിൽ ഇട്ടിട്ട്. പണ്ട് ഇവിടെ ഉറങ്ങി കിടന്നൊരു സ്ഥലം, ഒരു മനുഷ്യനില്ലായിരുന്നു. ഒരു 5 മണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നായ്ക്കളും പൂച്ചകളും മാത്രമേ, വേറെ ആരും ഇല്ല. അപ്പൊ എനിക്ക് അവര് പറയുന്നതിനകത്ത് എനിക്ക് ഞാൻ ഒരു കേൾക്കും, അവരുടെ അഭിപ്രായം അവര് പറയുന്നു, തീരുമാനം എന്റെ ആയിരുന്നു, തീരുമാനത്തിന്റെ കൂടെ പോകാന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അവര് പറഞ്ഞത് ഇത് കണക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ നിനക്കൊരു പരിചയമില്ല, സത്യമാണ്. എനിക്ക് ബാക്കപ്പ് ഒന്നുമില്ല, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒരു ബിസിനസ് ചെയ്ത്. പിന്നെ നിന്റെ തൊഴിൽ മാത്രമല്ല ബിസിനസിന്റേതായ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. മനോധൈര്യവും അറിയുന്ന തൊഴിലും എനിക്കതാ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് മനസ്സിനൊരു ധൈര്യമുണ്ട്. ഒന്ന്, ഈ മണിയുടെ കാര്യത്തിൽ എനിക്ക് ആരെയും കണക്ക് കാണിക്കണ്ട, അഥവാ ഞാൻ ഫ്ലോപ്പ് ആയിരുന്നു, അത് ഞാൻ സ്വന്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. പിന്നെ എന്റെ തൊഴിലിൽ എനിക്ക് ഭയങ്കര വിശ്വാസം. എന്റെ തൊഴിൽ എനിക്ക് അതിനെ ചതിക്കില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനത്തെ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട്. ഇപ്പൊ ഞങ്ങൾ തുടക്ക സമയത്ത് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഞാനും വൈഫും കൂടി രാവിലെ 5 മണിയാകുമ്പോൾ വരും,
കുറച്ച് പപ്സ് എനിക്ക് അറിയത്തില്ല എത്ര പോകുമെന്നൊക്കെ അതൊക്കെ ചെയ്ത് വെച്ച്. പക്ഷെ ഞാൻ ഉച്ച കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് തീർന്നു തുടങ്ങി. അപ്പൊ ഞാൻ ഇതൊക്കെ വർക്ക് ഞാൻ ബേക്കറി തൊഴിലാളിയെന്ന് പറഞ്ഞത് എന്റെ ചങ്ങാതിമാരെ കൂടെ കാണാൻ പറ്റും. അപ്പൊ ഒരു ചങ്ങാതി വന്നിട്ട് ചോദിച്ചേ ഓവനകത്ത് ഞാനൊരു 6 ബ്രെഡ് ആകെ ബേക്ക് ചെയ്യുന്നത്. അപ്പം അവൻ ഇങ്ങനെ നോക്കി വലിയ ഓവനാ. അപ്പൊ അവൻ എങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു നീ എന്തോ ബയോഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പിടി ഞാൻ അല്ലാതെ ഇന്ത്യന്റെ വലിയ കുറ്റിയാ കണ്ടില്ലയോ 1900 വിലയാ 950 രൂപ കൊണ്ടുവന്ന വിലയായിരുന്നു. അപ്പൊ ചോദിച്ചു നീ എന്ത് ഭ്രാന്തനാടാ ഇത് 6 ബ്രെഡ് ബേക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും ഗ്യാസ് കറിയണം. എന്റെ കമ്പനി സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രോഡക്റ്റ് ബേക്ക് ഇറങ്ങാം. അത്രയും സർഫസ് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഗ്യാസ് വേണം. അപ്പൊ ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ ചിരിച്ചു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് ഇന്നല്ലേ നാളെ ഞാൻ ഈ ഒരു ഓവൻ നിറയെ ബ്രെഡ് കഴിച്ചു. അത് കണക്ക് തന്നെ ഇപ്പൊ ആ ഒരു ഓവൻ നിറയെ ബ്രെഡ് കഴിച്ച് ബേക്ക് ഇറക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ ഉയരങ്ങൾ കീഴടക്കി നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരു ബേക്കിംഗ് സ്ഥാപനമായത് മാറി. സോ സേവ് ദ ടേസ്റ്റ് വിത്ത് ട്രാൻസ്ഫുൾ ലൊക്കേഷൻ കരുനാഗപ്പള്ളി വെളുത്തമല ഡ്രൈവർ മുക്ക് റോഡിൽ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം കാണുന്ന മധുരം ബേക്കറി. അപ്പൊ പുതുമയാർന്ന വീഡിയോകളുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഫ്സൽ KS പുരം സൈനിങ് ഓഫ്. ബൈ ബൈ, സ്റ്റേ ട്യൂൺ.